ഭയങ്കര ഐക്യവും അതും ഷാർപ്നെസ്സും ഉള്ള ആള് നമ്മളുടെ ഇവിടെ പ്രൊമോഷൻ ഡാൻസ് ഒക്കെ ചെയ്യും. ഈ കോമ്പിനേഷൻ വളരെ റെയറാണ്. വീട്ടിലൊന്നും ദിവ്യപ്രഭയും കൊണ്ട് പോകുന്നത് ഈ ഒരു ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ സിനിമ. ഞാൻ കൃഷാന്തിനെ ഫോളോ ചെയ്യുന്ന ആവാസവ്യൂഹം മുതലാണ്. എനിക്ക് അങ്ങനെ ഒരു ഷിഫ്റ്റ് ശരിക്കും വേണമായിരുന്നു. ലീഡ് ക്യാരക്ടേഴ്സ് 2-3 പേര് കഴിഞ്ഞ് ഒരു കാർട്ടൂണിഷ് ആണ് അവരുടെ സാധനങ്ങൾ. കൃഷാന്തിന്റെ സെറ്റിൽ വരുമ്പോൾ പെർഫോമൻസ് നടക്കണം. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസിന് അത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരാള് ഉണ്ട്, പക്ഷെ ഫിലിം മേക്കിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ഷാർപ്പാണ്. നായിക എന്ന് പറഞ്ഞ ഷോയിലാണ് ഒരു കോമഡി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കരിക്കിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അവിടെ സ്ക്രിപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. You will remember Rajisha after the film. ഞാനൊരു 3 പടത്തിന് നേഴ്സായപ്പോ ഞാനും ആലോചിച്ചു നമുക്ക് നോർമൽ ആയിട്ട് എന്തെങ്കിലും ഹിസ്റ്ററി മാത്രമേ ഹ്യൂമനാക്സും വായിച്ചു എല്ലാം വായിച്ചു. ഞാൻ ഒന്നും വായിച്ചില്ല. My wife will be very happy. എനിക്ക് ഫെമിനിസ്റ്റ് ഫാത്തിമയൊക്കെ ശരിക്കും കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ട്. ഇവിടെ അപ്പടി പോടെ ഇടുമ്പോ ഡാൻസ് ചെയ്യണമെന്നില്ല. ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ പണ്ട് കണ്ട റീൽസ് ഒക്കെ ഇരുന്ന് ആലോചിച്ച് ചിരിക്കും. ഡബിൾ ബാരലിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. തനിയാവർത്തനം പറഞ്ഞിട്ടുണ്ട്, മൃഗയെ പറഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടുമ്പോ തന്നെ പ്രശ്നമാണ്. ഇപ്പൊ എനിക്ക് മസ്തിഷ്കത്തിൽ ഒരു പാട്ടുണ്ട്, അത് റിലീസ് ആയിട്ടില്ല. ആ ലൈൻ പറയില്ല, എങ്കിൽ എയറിലാവും. കടിച്ചാ പോയിരിക്കല്ലേ. ഇംഗ്ലീഷ് എന്തെങ്കിലും Nothing short of a blockbuster. Hello everyone, welcome to Timeline Conversation. We are today with a bunch of incredible artists who are here to talk about the upcoming Malayalam movie Masthishka Maranam, which is one of the most anticipated releases of 2026. We have Rahul Rajgopal, Divya Prabha, Krishan and Anne Jamila Salim. Welcome to Timeline Conversation. Thank you. First, നമുക്ക് ദിവ്യ പ്രഭയിൽ നിന്ന് തുടങ്ങാം. Congratulations on winning a lot of awards. കാൻ ഫെസ്റ്റിവൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിലിം സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല, ടെലിവിഷനിൽ കിട്ടിയിട്ടുണ്ട്. അതല്ല, ഫിലിമിന് കിട്ടിയില്ലേ? All We Imagine As Light. All We Imagine As Lightsന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ വെച്ചിട്ട് ഇപ്പം സർക്കിറ്റ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ All We Imagine As Light എടുത്ത് നോക്കിയാലും ഒരു ഗ്രീഫ്, കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡയലമ അങ്ങനെ എല്ലാം കൂടിയുള്ള റോൾസ് ആണ്, ക്യാരക്ടേഴ്സ് ആണ് കിട്ടിയത്. അപ്പൊ അതിനുശേഷം ഇത്രയും ലൗഡ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മസ്തിഷ്ക മരണത്തിലേക്ക് എത്തുമ്പോൾ? ഞാൻ ഭയങ്കര പ്രൗഡാണ്, സോ പ്രൗഡ് ഇതിന്റെ ഒരു പാർട്ട് ആവാൻ പറ്റിയതില്. എനിക്ക് അങ്ങനെ ഒരു ഷിഫ്റ്റ് ശരിക്കും വേണമായിരുന്നു. അതിങ്ങനെ ലുക്ക് ഫോർവേഡ് ചെയ്യുമായിരുന്നു എങ്ങനെ, കാരണം നമുക്കിപ്പോ ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ ചെയ്യാൻ പറ്റുന്ന ചില റോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്ത, എന്ന് വെച്ചാൽ നമുക്ക് ചില ക്യാരക്ടേഴ്സ് തോന്നുമ്പോൾ നമുക്കൊരു സെൽഫുമായിട്ട് എന്തെങ്കിലും ഒക്കെ ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ. അപ്പൊ അങ്ങനെയൊന്നും ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭയങ്കര ടെൻഷനാണ് അതൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പൊ ഇത് ചെയ്യുമ്പോ ഇതൊരു ശരിക്കും ഒരു ഷിഫ്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് ഒട്ടും ഈസി അല്ല. പ്രത്യേകിച്ച് ഇതിലെ ഒരു ക്യാരക്ടർ വേറെ പ്രത്യേക ഒരു മൊത്തത്തിലൊരു ഓവർ ദി ടോപ്പ് ആണ് പെർഫോമൻസും. അത് അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്കൊന്ന് ഞാൻ മാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സിനും ഇതൊരു ഷിഫ്റ്റ് തന്നെയാണ്. കാരണം ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് 20 വർഷം കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിലാണല്ലോ. ടോട്ടലി ഡിഫറെന്റ് ജോണർ എല്ലാം. ആനിലേക്ക് വരാണെങ്കിൽ ഞാനിപ്പോ കണ്ടതിൽ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മൂവിയിലെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പക്ഷെ ആ ഒരു ഓർഗാനിക് ഒരു സംഭവം അതിൽ അഭിനയിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ഫിലിമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റിംഗിലേക്ക് വരുമ്പോൾ ഹൗ ഡു യു ലുക്ക് അറ്റ് ദാറ്റ്? വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ കൃഷാന്തിനെ ഫോളോ ചെയ്യുന്ന ആവാസവ്യൂഹം മുതലാണ്. സോ ഐ ബീൻ എ ഫോളോവർ. പക്ഷെ ടു ബി പാർട്ട് ഓഫ് ഹിസ് മൂവി ബിഗ് ഓർ സ്മോൾ feels great.
ഇതിലാണെങ്കിൽ അതിന് പുറമെ ലൈക്ക് ചെറിയ ടോപ്പ് ദ ക്യാരക്ടർ ദ സ്ക്രിപ്റ്റ് എവറിത്തിങ് ഇസ് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ഡിഫറെന്റ്. ഞാൻ പറയുന്നത് ഞാൻ നായികൻ എന്ന് പറഞ്ഞ ഷോയിലാണ് ഒരു കോമഡി എന്തെങ്കിലും സ്കിറ്റ് ചെയ്യാൻ പറ്റും ബ്യൂട്ടി പാർലറില്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വിശേഷം എന്ന മൂവിയിൽ ഞാൻ ഒരു സീൻ ചെയ്തിട്ടുണ്ട്, ഒരു ഇന്റർവെൽ ടൈമില്. അതിലുള്ള അത് കണ്ടിട്ടാണ് ഐ തിങ്ക് യു ടെക്സ്റ്റഡ് മീ. ഞാൻ വിചാരിക്കുന്നത് അത് കണ്ടിട്ടാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. അപ്പം കോമഡി ചെയ്യാൻ കിട്ടുന്ന ഒരു വി ഓൾവേസ് വോണ്ട് ടു ഡു കോമഡി. ഞാനാണെങ്കിലും മീനാക്ഷി ആണെങ്കിലും ലൈക് നായിക ബട്ട് ഇറ്റ്സ് വെരി ഹാർഡ് ആൻഡ് പുൾ ഓഫ് ചെയ്യാനൊക്കെ ഹാർഡ്. അതെങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങൾ പറയണം. പക്ഷേ ഇറ്റ് ഫീൽസ് ഗ്രേറ്റ് to be part of this. According to ഇപ്പം ടർബോയിൽ അഭിനയിച്ചു, അതുപോലത്തെ ഒരു ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാസ്റ്റിൽ വന്നു. ആൻഡ് ഇതിലേക്ക് വരുമ്പം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോൺറയാണ്. അപ്പം അതെങ്ങനെയാണ് നോക്കി കണ്ടത്? അല്ല, അങ്ങനൊന്നും ചിന്തിക്കാറില്ല. ഇപ്പം ഏതൊരു മലയാളിക്കും ആഗ്രഹം കാണും, അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം കാണും ലാൽ സാറിനെ കൂടെ അഭിനയിക്കണമെന്ന്. ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് രണ്ടുപേരുടെ കൂടെയും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പം ഈ ഒരു ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമ. കാരണം ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഞാൻ കരിക്കിലൊക്കെ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ട് ഒരു ഫുൾ ഫ്ലെജ് കൊമേഴ്ഷ്യൽ സിനിമയിൽ ഞാൻ ഒരു ഹ്യൂമറസ് ക്യാരക്ടറാണ്. അതും ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചപ്പോഴത്തേക്കും ഐ അണ്ടർസ്റ്റുഡ് ഇൻ എ ഡിഫറെന്റ് വേ. അപ്പൊ ഞാനത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ കൃഷ്ണാന്തനെ പറഞ്ഞു, മാൻ അല്ല, നിങ്ങളുടെ ക്യാരക്ടറിന്റെ റെഫറൻസ് ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കേട്ടപ്പോഴത്തേക്കും ഞാൻ അയ്യോ എന്നിട്ട് അതെങ്ങനെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ അത് രസമുണ്ട് ആക്ച്വലി. പിന്നെ ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ രസം ഉണ്ടാവും, പക്ഷെ അത് എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഇത് കേട്ടിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്ന കുറെ ആലോചിച്ചിട്ട് ഞാൻ ചുമ്മാ 1-2 സാധനങ്ങളൊക്കെ ചെയ്ത് അയച്ചു കൊടുത്തു. അപ്പം ഈ മീറ്റർ പിടിക്കണം വേണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പൊ പുള്ളി എനിക്കത് ചുമ്മാ ഇപ്പം എഡിറ്റിന്റെ സമയത്തൊക്കെ ഇത് പ്ലേസ് ചെയ്ത് കാണിച്ചു തന്നപ്പോഴത്തേക്ക് ഓക്കെ ഇങ്ങനെ ചെയ്താൽ വർക്ക് ആവും എന്നൊക്കെ റെഡിയിട്ട്. അപ്പം എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയുണ്ട് ചെയ്ത് എങ്ങനെ തിയേറ്ററിൽ വർക്ക് ആവും എന്നുള്ള. കാരണം എഗൈൻ ദിവ്യ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് ഓവർ ദ ടോപ്പ്, കുറച്ച് കാരിക്കേച്ചറിഷ് ആണ്. അപ്പം രൂപത്തില് മറ്റേ കമ്പനിയൊക്കെ തന്നിട്ട് ഞാൻ ഹ്യൂമറാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ വർക്ക് ആവുന്നുള്ളൊരു പേടിയുണ്ട്. ബട്ട് അല്ലാണ്ട് ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഫിലിം. കാരണം ഇത് എന്താ പറയാ, എപ്പോഴും ഇപ്പം ആവാസീയം ആണെങ്കിലും ഇങ്ങനെ ആവാസീയം കഴിഞ്ഞിട്ട് അതേപോലെ ഞാൻ ചെയ്തു കംപ്ലീറ്റ്ലി ഫിലിം മേക്കറെ ട്രസ്റ്റ് ചെയ്ത് ചെയ്തൊരു സ്ക്രീൻ പ്ലേ ഒരു സിനിമയായിരിക്കും ഇത്. കാരണം ഇതിന്റെ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ ബാക്കി ഇപ്പം പുരുഷപ്രേതമാണെങ്കിലും 4 സംഘമാണെങ്കിലും ഒക്കെ നമുക്കത് വായിക്കുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം പുള്ളി ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അതിന്റെ മുകളിലോട്ടായിരിക്കും ചെയ്യുക, പക്ഷെ എന്നാലും നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ഇതിന്റെ സ്ക്രീൻ പ്ലേ വായിച്ചപ്പോഴത്തേക്കും ആക്ച്വലി കുറച്ച് ഇതൊക്കെ ഒന്നാമത്തെ കാര്യം ഇത് എങ്ങനെ ചെയ്യും, ഈ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. പക്ഷെ അഗൈൻ പുള്ളിയുടെ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ആണ്. ഈ കോംപ്ലിക്കേറ്റഡ് സാധനത്തിനെ ഏറ്റവും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത് സിനിമ ലാസ്റ്റ് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് സിനിമയെ കുറിച്ച് കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പരിപാടികൾ എങ്ങനെ വർക്ക് ആവുന്നുള്ളൊരു ചെറിയ പേടിയുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത് എങ്ങനെ ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് അത് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ആയി തോന്നിയത് ഏതായിരിക്കും? ആർട്ടിലാണോ അല്ലെങ്കിൽ എന്തിലായിട്ടും ഏറ്റവും കൂടുതൽ പണിയെടുത്തത്? എല്ലാത്തിലും ഉണ്ടോ, എന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും ആക്ടേഴ്സിന്റെ കൂടെ ഉള്ള ഇതില് ഞാൻ ആക്ച്വലി നല്ല ബ്രെയിൻ സ്പേസ് ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷനിൽ ഇതില് ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം പല ക്യാരക്ടേഴ്സും കാർട്ടൂണാണ്. ലീഡ് ക്യാരക്ടേഴ്സ് 2-3 പേര് കഴിഞ്ഞ് ഒരു കാർട്ടൂണിഷാണ് അവരുടെ സാധനങ്ങൾ. അപ്പം ഒരു ഡബിൾ ബാരൽ വൈബിലോട്ട് അങ്ങ് പോവുകയും ചെയ്യരുത്, അതിന്റെ തൊട്ട് മുമ്പ് നിർത്തണം. എന്നാൽ അറ്റ് ദ സെയിം ടൈം അപ്പോൾ ഇത് പുരുഷപ്രേതത്തിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് അലക്സാണ്ടറും ദർശനയും അല്ലാതെ ബാക്കി ചുറ്റുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കാർട്ടൂണാണ്. എന്ന് വെച്ചാൽ എക്സാജറേറ്റഡ് ആണ് അവർ. പക്ഷെ ലീഡ് 3 പേരും 2 പേരും മാത്രം എപ്പോഴും നോർമലായിരിക്കും. അപ്പൊ ഇത് രസമാണ്. അപ്പൊ ഇതിലും അങ്ങനെ തന്നെ. ഇതില് ആന്റെ ക്യാരക്ടറും നിരഞ്ജന്റെ ക്യാരക്ടറും ഒഴിഞ്ഞ് ബാക്കി എല്ലാരും ഇച്ചിരി ഒരു ടൂണിഷാണ്. അപ്പൊ അത് റിയലിസം അല്ല. അപ്പൊ അതുകൊണ്ട് അവരോട് വർക്ക് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ മാക്സിമം അവെയർ ആയിട്ട് തന്നെ ആയിരുന്നു. സ്ലീപ്പ് ഒക്കെ പിടിച്ചിട്ട് അവെയർ ആയിട്ട്. ഭയങ്കര റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആക്ടേഴ്സിനെ കൊണ്ട് പോർട്രേ ചെയ്യുമ്പോൾ ഇത് പാളാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവിടെ ഫിലിം മേക്കർ അത്രയും ഷാർപ്പായിട്ട് ജഡ്ജ്മെന്റിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഐ എം നോൺ ഫോർ ഓൾമോസ്റ്റ് 12 years now. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരാൾ ഉണ്ട്.
പക്ഷെ ഫിലിം മേക്കിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ഷാർപ്പാണ്. എനിക്ക് എങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് മനസ്സിലായില്ല. Did you take cue from your institution, like ടെക്നോളജി ഒക്കെ പഠിച്ചതിൽ നിന്നും ആ എക്സ്പീരിയൻസിൽ നിന്ന് ഇതിലേക്ക് എടുത്തത്? നോർമലി അത്ര ഫങ്ഷണൽ അല്ല, ഒരു പ്രോപ്പർ മെറ്റീരിയൽ പ്രോപ്പർ പോലെയൊക്കെയാണ്. പക്ഷെ ഫിലിം മേക്കിംഗ് വരുമ്പോഴത്തേക്കും ആ ഫ്ലോയില് ഭയങ്കര രസമാണ്. ലൈക്ക് അതിന്റെ ഡിസിഷൻ മേക്കിങ്ങും ആ സമയത്ത് ഞാൻ ഫാമിലിയുടെ ഡിസിഷൻസ് എടുത്താലും എന്ത് ഡിസിഷൻസ് എടുത്താലും ഒക്കെ ഷാർപ്പാണ്. മൈ ഡിസൈൻ ഡിസിഷൻസ് ആർ റിയലി ഷാർപ്പ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു മറ്റേ പപ്പ. എനിക്ക് ആ പാഷന്റെ ക്ലൈമാക്സിൽ ഈ സിനിമയിൽ ഒരു എനിക്ക് കുറച്ച് നാളുകൊണ്ട് പരിചയമുള്ളൂ, എന്നിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഐക്യവും അതും ഷാർപ്നെസ്സും ഉള്ള ആള് നമ്മളുടെ ഇവിടെ പ്രൊമോഷൻ ഡാൻസ് ഒക്കെ ചെയ്യും. എനിക്ക് ഈ കോമ്പിനേഷൻ വളരെ റയറാണ്. ഒരുപാട് ഫ്രണ്ട്സ് ആണെങ്കിൽ അല്ലാതെ എനിക്ക് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ആൾക്കാരെ അറിയാം. പക്ഷെ അവര് ഇപ്പം ഇവിടെ അപ്പടി പോടെ ഇടുമ്പോ ഡാൻസ് ചെയ്യണമെന്നില്ല. മനസ്സിലായി. പിന്നെ എനിക്ക് പായലിന് ക്വാളിറ്റി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് എക്സ്ട്രീം, രണ്ട് എല്ലായിടത്തോട്ടും അത് പോകും, ഇങ്ങോട്ടൊക്കെ പോകും. അത് ഭയങ്കര കോമ്പിനേഷൻ. ക്ലൈമാക്സിൽ സകല ആർട്ടിസ്റ്റുകളും ഉണ്ട്. ഇത്രയും ആളുകളെ മറ്റേ ഇവരുടെ പെർഫോമൻസ് ജഡ്ജ് ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇവിടെ ഈ പരിപാടി. ഇതിന്റെ ഇടയ്ക്ക് റോബോട്ടിക്കാൻ വരുന്നുണ്ട്, മറ്റേ ഒരു ഭയങ്കര ഷാർപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എന്റെ ക്രൂ ടീം മെമ്പേഴ്സിന് ഇതിന്റെ അകത്ത് വേറെ എക്സെപ്റ്റ് ഫോർ സ്മോൾ ഇത് ഒരു അങ്ങനെ ദേഷ്യമോ അങ്ങനെയൊന്നും ഫുള്ളായിട്ട് ഒരു 7 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്ത് നമുക്ക് വന്നിട്ടില്ല. വി ആർ ജസ്റ്റ് എക്സ്പ്ലോറിങ്. ഒരാൾ വന്നിട്ട് ഒരു ഐഡിയ പറയും, അത് ചെയ്യാൻ പറ്റും നോക്കുമ്പോൾ വേറൊരു ഐഡിയ പറയും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒരാളൊരു ഐഡിയ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് ലെറ്റ്സ് ഡൂ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി കുറച്ച് നേരം എടുക്കും എനിക്കത് പ്രോസസ് ചെയ്ത്. അപ്പം അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഓടിച്ചത് ഞാൻ അതിന്റെ ഇടയിൽ കൂടെ പറയും. അപ്പൊ എത്രത്തോളം റീസെർച്ച് എടുത്തിട്ട്, കാരണം ഇതൊരു മെറ്റിക്കുലസ് റീസെർച്ച് വേണ്ട ഇത്ര ഇങ്ങനത്തെ ഒരു ജോൺറ എടുക്കുമ്പോൾ? ഇതിന് ആക്ച്വലി റിസർച്ച് ഒരു 4 ബുക്സ് ആണ്. അത് എയുടെ ഒരു ഭയങ്കര സാധ്യതയാണ്. എന്ന് വെച്ചാൽ ആവാസ് ടു 3.5-4 years of proper research with research assistants and നിതിൻ ദിവാരൊക്കെ വർക്ക് ഒരുപാട്. നമ്മൾ ആക്ച്വലി ഇന്നലെയും ഒരു കുട്ടിയെ കണ്ടു. റിസർച്ചിങ് ഓൺ ദ ഫിലിം. ആവശ്യം അത്രയും ടൈം എടുത്തു. ഇതെനിക്ക് 2020 ആദ്യം ഐഡിയ വന്നപ്പോൾ ഞാൻ സഞ്ജുവിന്റെ അടുത്ത് ഐഡിയ പറഞ്ഞു. സഞ്ജു നോർമലും കാണാം. സഞ്ജു കൃഷ്ണൻ നമുക്ക് നോർമലായിട്ട് എന്തെങ്കിലും ഇത് സഞ്ജുവിന് അറിയാം. ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇതില് ഈ നമ്മൾ ഈ കോൺസെപ്റ്റ് ഒരു ഓൾറെഡി ഉള്ള കോൺസെപ്റ്റ് ആണ്. ഭയങ്കര യുണീക്കായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഓൾറെഡി ദാറ്റ്. പക്ഷെ ആ കോൺസെപ്റ്റിന്റെ വേരിയബിൾസ് ഭയങ്കര രസം. അപ്പൊ അതിന് ഒരു 4-5 ബുക്സ്, കുറെ റിസർച്ച് ഒക്കെ ഗ്രോക്കിലും ചാറ്റിലും കിട്ടും. പിന്നെ അതിന് മസ്റ്റ് റീഡുകളുണ്ട്, ബുക്കുകൾ. ആ മസ്റ്റ് റീഡുകളെല്ലാം വായിച്ചു, മസ്റ്റ് വാച്ച് എല്ലാം കണ്ടു. ബാക്കിയുള്ളതെല്ലാം സമ്മറീസ് ഒക്കെ വായിച്ചിട്ടുള്ളൂ. കോമഡി ഇൻ വെബ് സീരീസ് ത്രൈവ്സ് ഓൺ പേസ്, അതായത് പേസിലാണല്ലോ. അതുപോലെ ഹൗ ഡസ് സിനിമാറ്റിക് കോമഡി ഡിഫർ എസ്പെഷ്യലി വിത്തിൻ എ ത്രില്ലർ ഫ്രെയിംവർക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ അതിനകത്ത് മേ ബി നമ്മൾ ആഡ് ചെയ്യുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ടൈമിംഗ് ആണ് ബേസിക്കലി. ഇപ്പം പക്ഷെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഹ്യൂമർ ഇല്ലെങ്കിൽ നമ്മളിത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പം കരിക്കിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അവിടെ സ്ക്രിപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, ചെയ്ത് അത് ലാൻഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. എഗെയിൻ മറ്റേ ഈ പറഞ്ഞ ജഡ്ജ്മെന്റ് അവിടെ ഷാർപ്പാണ്, ഹ്യൂമർ ലാൻഡ് ചെയ്യിക്കുന്നതിൽ. അപ്പൊ അവിടെ ആസ് എൻ ആക്ടർ നമ്മൾ അവർ പറയുന്നതിന്റെ കൂടെ നിന്ന് കൊടുത്താൽ മതി. അല്ലാണ്ട് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഈ രൂപം വെച്ചിട്ട് എനിക്ക് ഹ്യൂമർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം അത് എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ആളുകൾ ചിരിക്കുന്നത്, അപ്പം ഇത് ഹ്യൂമർ ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു സെൽഫ് ഡൗട്ടിങ് ഒരു സ്റ്റേജിൽ വരും. പക്ഷേ അഗെയിൻ ഇപ്പം നല്ലൊരു ഫിലിം മേക്കറുടെ കൂടെ ആണെങ്കിൽ ഹി നോസ് ഹൗ ടു പ്രസന്റ് ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ. അല്ല നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. ആ ഒരു കഴിവ് എനിക്കില്ല. ഇത്തവണ എന്റെ മുഖത്ത് തുപ്പി. നമ്മള് ക്ലൈമാക്സ് നേരത്തെ പറഞ്ഞില്ല ഷാർപ്പ്. ഞാൻ എപ്പോഴും മറ്റേ ആക്ടേഴ്സ്, മറ്റേ ട്രെയിൻഡ് ആക്ടേഴ്സ് 2 ഓപ്ഷനെങ്കിലും മിനിമം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ക്ലൈമാക്സ് എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ 1 വന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ 2 സാധനം ചെയ്ത് കാണിച്ചു. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് 2 ഒന്നായിട്ടാ തോന്നിയത്. നിങ്ങള് ഇതിന്റെ സ്റ്റോറി കേട്ട സമയത്ത് അല്ലെങ്കിൽ അത് ചെയ്ത സമയത്ത് 2046 ഇങ്ങനെ ആയിരിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവോ എന്ന് ചിന്തിച്ചിരുന്നോ? സോ നമുക്ക് ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുന്നു. അത് കാരണം കൂടുതൽ ഡിജിറ്റലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പം ഇത് ബിലീവബിൾ ആണ് നമുക്ക്. അതെ അതെ. അതിനകത്ത് ഒട്ടും കൺവീൻസിങ് അല്ലാതെ അല്ല. ഈവൻ ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിലും റിലേറ്റബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? അയ്യോ കൂടുതൽ റിലേറ്റബിൾ ആണ്. ഓക്കെ. Who is most likely to start a deep philosophical discussion at 2 a.m. during shoot pack-up? എനിക്ക് ശംഭു എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. മിന്നൽ പ്രതാപൻ ബോർഡ് നാഗസംഘത്തില് വൺ ഓഫ് ദ മെയിൻ റോൾസ് മണി എന്ന് പറയുന്ന ശംഭു കുറച്ച് അങ്ങനെ ഇന്റലക്ച്വൽ ഫിലോസഫിക്കലല്ല. ശംഭു സിസ്റ്റം സിസ്റ്റത്തിന്റെ അതർ സൈഡ് ഹാക്ക് ചെയ്തു ശംഭു. പിന്നെ വർക്കിയുണ്ട് അടുത്തത്. ഇവര് രണ്ടുപേരും ചിലപ്പോൾ ഇതിന്റെ വേറൊരു സൈഡൊക്കെ മനസ്സിലാക്കുന്ന ഇതിൽ സംസാരിക്കും. ലോട്ട് ഓഫ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദിസ്, പക്ഷെ നമ്മൾ ഇതങ്ങ് ഫുള്ളായിട്ട് ഇഗ്നോർ ചെയ്യും. ഞാൻ ഡീപ്പൊക്കെ ആണെങ്കിൽ നമ്മള് ഇത് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ അങ്ങനെ അപ്പാർട്ട് ഫ്രോം ദിസ് ഇമോഷണൽ ആൻഡ് മെന്റൽ തിങ് ഈ ഒരു സൈബർ സ്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടോ ഇതില്? അല്ല, സ്കാംസിനെ കുറിച്ച് അല്ല ഇത് സംസാരിക്കുന്നത്. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അങ്ങനത്തെ ഫിലിംസോ സൈബർ പങ്ക് ഫിലിംസോ പറയുമ്പോഴത്തേക്കും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലൊക്കെ വർക്ക് ചെയ്യാത്ത സാധനം തന്നെ സ്കാം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AI ബോട്ട് വന്ന് കുറെ പേരെ പറ്റിക്കുന്ന പരിപാടി അതല്ല. That is not what this is. Okay. Who is most likely to spend half their payment on food? ഹാഫ് ഒന്നുമില്ല, ഫുൾ അങ്ങനെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ നിങ്ങൾ എപ്പോഴും പോകുന്ന ഒരു പ്ലേസ് ഏതായിരിക്കും? മേ ബി ഫുഡ് സ്പോട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റോ ഏതെങ്കിലും ഒരു പ്ലേസ് നല്ലതാണെന്ന് റിവ്യൂ, ഇപ്പൊ തട്ടുകടയാണെങ്കിലും അടിപൊളി റിവ്യൂ ആണെങ്കിൽ പോകും. ഓക്കെ. റിവ്യൂ മീൻസ് നമ്മുടെ തന്നെ ആൾക്കാർ കഴിച്ചിട്ട് ഭയങ്കര നല്ലതാന്നൊക്കെ പറഞ്ഞു. ഒരെണ്ണം പറയാൻ പറ്റുന്നില്ല. Okay. And who is most likely to turn a serious discussion into stand-up comedy? വെരി ടാലന്റഡ്. നമുക്ക് എനിക്കൊരു മരണ വീട്ടിലൊന്നും ദിവ്യപ്രഭയും കൊണ്ട് പോകുന്നത് നമ്മള് സാഡൊക്കെ ആയിരിക്കും. പക്ഷെ എന്റെ കസിൻ പറയും, ഇപ്പൊ ഒരാൾ മരിക്കുമ്പോ നമ്മള് അപ്പൂപ്പൻ എന്നൊക്കെ പറയും, വയസ്സായല്ലോ. അപ്പം അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മരിക്കുന്ന ഒരു സ്റ്റേജ്, അപ്പൊ നമ്മൾ ഒരുമിച്ച് എന്നെ നോക്കല്ലേ എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും ഐഫോണൊക്കെ തരരുതെന്ന് പറയും. ഉള്ളിൽ വിഷമമുണ്ടാവും, പക്ഷെ അത് എന്തോ ഒരു ഇക്വേഷൻ എന്തോ ആണ്. പല പരിപാടിയിലും ഞാനും ഐ കോണ്ടാക്ട് കൊടുക്കൂല, കാരണം ശരി വരും അടിച്ചാ പോയിരിക്കല്ലേ. Again, this is like after international recognition and festival circuits, does returning to Malayalam experimental cinema feel grounding or risky? Both. That's it. You have often portrayed women negotiating silence and systemic pressure. So, in a cyberpunk thriller, what kind of vulnerability or resistance does your character embody? We gotta watch it. Yes. ഒരുപാട് ലെയേഴ്സ്, കുറച്ചധികം ലെയേഴ്സ് ഒക്കെ ഉണ്ട്. വൾണറബിളാണ്. എന്താണെന്ന് അറിയത്, ഞാൻ കൂടുതൽ പറയുമ്പോ ഇനി അത് ആവോ എന്നൊക്കെ തോന്നിട്ടാ. ഇൻട്രസ്റ്റിംഗ് ആണ്. Interesting ആണ്. ക്യാരക്ടർ ഭയങ്കര കോൺഫിഡന്റ് ആണ്. You haven't done before other ആ ഒരു കോമഡി ഭയങ്കര കോൺഫിഡൻസിൽ പറയുന്ന കണക്കുള്ള ആളുകളാണല്ലോ എന്നല്ല, പക്ഷെ കണ്ടിട്ട് ആണോ അല്ല ഇത് ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ കൃഷാദ് സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ഒരു അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാവുമായിരിക്കല്ലോ. അതിനുശേഷം ഈ ആർട്ടിസ്റ്റിന്റെ ആരെങ്കിലും അല്ലെങ്കിൽ ആ ക്രൂന്റെനോ ആരെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ഇവിടെ ഈ ഡയലോഗ് പ്ലേസ് ചെയ്താല് അത് ബെറ്റർ ആണ് അല്ലെങ്കിൽ കോമഡി. ഞാൻ എഴുതിയപ്പോഴത്തേക്കും തന്നെ എനിക്ക് നിരഞ്ജ് ഒരു കോൺസ്റ്റന്റ് ഞാൻ സംസാരിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നിരഞ്ജിന്റെ ഹ്യൂമർ ബോൺ ഭയങ്കര രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീനാഥ് ബാബു കുറച്ചു മുമ്പ്, ശ്രീനാഥിന്റെ കൂടെ ഞാൻ ഫസ്റ്റ് റീഡിങ് ചെയ്തു. ശ്രീനാഥ്, വിഷ്ണു അഗസ്ത്യ ഫസ്റ്റ് റീഡിങ് ചെയ്തു. അപ്പോൾ അവര് കോൺട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ സെക്കൻഡ് ഒരു ഡ്രാഫ്റ്റ് എഴുതി. രജീഷ വന്നു. രജീഷ നമ്മളൊരു റിഹേഴ്സൽ ചെയ്തു ജോക്കർ ഷോറീൽസിൽ. ആൻഡ് ഇൻ ദാറ്റ് റിഹേഴ്സൽ വി ഡിസ്കവേർഡ്
മാജിക്കലി അത് കുറെ വിഷ്ണു അഗസ്ത്യയുടെ കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ട്. അപ്പൊ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ സജഷൻസ് കോൺട്രിബ്യൂഷൻസ് റിഹേഴ്സലിൽ ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അത് വീണ്ടും റീറൈറ്റ് ചെയ്തു. എന്നിട്ട് ദിവ്യപ്രഭയോട് നമ്മൾ ആ റിഹേഴ്സലിനല്ല, നമ്മൾ ആ ഷൂട്ടിന്റെ ഒരു ദിവസം മുമ്പൊക്കെ പതുക്കെ ഇത് റീവർക്ക് ചെയ്ത് പിന്നെ ഇവരെല്ലാം സ്വന്തമായിട്ട് ജാം ചെയ്യും. ഇവർ ജാം ചെയ്തിട്ട് ഇതിങ്ങനെ വർക്ക് ചെയ്യാം അങ്ങനെ വർക്ക് ചെയ്യാൻ ഇവരുടെ ഒരു സംഭവം ഉണ്ട്. അപ്പം ചിലതൊക്കെ ഞാൻ സർപ്രൈസ് ആയിട്ട് എനിക്ക് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. എനിക്ക് ആൻ അങ്ങനെ അധികം ചെയ്തായിട്ട് എനിക്ക് ഓർത്തെടുക്കണ്ട ഇല്ല. ഇപ്പൊ ആൻഡ് കാര്യം പറയുമ്പോൾ സിസ്റ്ററിന്റെ ഒരു മൂവി ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡയറക്ടറിന്റെ വൈഫായിട്ടുള്ള ഒരു മൂവി, കമ്മ്യൂണിസ്റ്റ് പച്ച. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. നല്ല മെച്ചുവേർഡ് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടില് ഇങ്ങനെ ഓരോ സ്ക്രിപ്റ്റ്സ് ഡിസ്കഷൻ ചെയ്യുമ്പോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു അവരുടെ റെസ്പോൺസ്? ഇല്ല, they were very excited. ഞാൻ ഇതില് എന്റെ ഹെയർ ഒരു സൈഡ് ഷേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പം സിസ്റ്റർ വാസ് വെരി എക്സൈറ്റഡ്, എന്നെ പോലെ തന്നെ. പക്ഷെ ഉമ്മനോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടുമ്പോ തന്നെ പ്രശ്നമല്ല എന്തിനാ വെട്ടുന്നത് എന്നുള്ള. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇതൊക്കെ ചെയ്തിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണ് ആള് കണ്ടത്. വീഡിയോ കോൾ കുറച്ച് കഴിയുമ്പോ വളരും, ഇങ്ങനെ മുടിയൊക്കെ ഇട്ടാ കാണില്ല. പക്ഷെ അതെ പിന്നെ ഉമ്മ നോസ് കൃഷാന്തൻ എല്ലാരും അതൊന്നും അറിയില്ലായിരുന്നു മുന്നേ. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ടു വാച്ച് ദ മൂവി. ഈ ഒരു കാസ്റ്റിലേക്ക് വന്നപ്പോ എല്ലാവരും നല്ല അടിപൊളി കാസ്റ്റ് ആണ് എന്നുള്ളത് ഞാൻ കോമന്റ്സും കണ്ടു. ഐ പേഴ്സണലി ബിലീവ് നല്ല രസമുള്ള ഒരു കാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണോ ഒരു ഫൈനൽ ആയിട്ട് എങ്ങനെയാണ് എത്തിയത്? നിരഞ്ജ് ഞാൻ എത്തിയത് എനിക്ക് ശംഭുവും പിക്കും നിരഞ്ജുമാണ് ഒരേ സമയത്ത് എൻ്റെ മൈൻഡിൽ ഇതിന് ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നത്. നിരഞ്ജ് ഫണ്ണിയറാണ്, നിരഞ്ജന് പിക്കു എന്ന് പറഞ്ഞാൽ അനൂപ് മോഹൻദാസ്. ഇവര് മൂന്നുപേരാണ് എനിക്ക് ലീഡിലോട്ട് മെയിൻ ആയിട്ട് വന്നത്. വിഷ്ണുവും ഞാനും കൂടെ കുറെ ലീഡായിട്ട് പരിപാടികൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വിഷ്ണു ഇതിൽ ലീഡായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം, കാരണം ഇതൊരു വൾണറബിളി ഫണ്ണിയൊക്കെയാണ്. അപ്പൊ പിന്നെ നിരഞ്ജിന്റെ കൾച്ചറൽ ക്യാപിറ്റലും നിരഞ്ജിന്റെ ബാക്ക്ഗ്രൗണ്ടും ഹീറോ ആയിട്ട് അഭിനയിച്ചതൊക്കെ കൂടുതലാണ്. അപ്പം പിന്നെ ഹ്യൂമർ നിരഞ്ജൻ നല്ല ചെയ്യാം. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ജാം ചെയ്യാൻ ബെറ്റർ ആണെന്ന് തോന്നി. അങ്ങനെയാണ് നിരഞ്ജിലെത്തിയത്. നിരഞ്ജ് സജസ്റ്റ് ചെയ്ത ആൾക്കാരിലൊന്നാണ് രജിഷ. അപ്പൊ ഞാൻ മധുര മനോഹര മോഹം കണ്ടിട്ടുണ്ടായിരുന്നു, ഷറഫിന്റെ ഒരു. അപ്പൊ ഫ്രം ദാറ്റ് ഐ നോ ദാറ്റ് രജിഷ ഹാസ് ഡൺ വണ്ടർഫുൾ. അപ്പൊ ഞാൻ ഇന്ന് രജിഷയുടെ കുറെ ഫിലിംസ് കണ്ടപ്പോഴത്തേക്ക് അവരുടെ ലവ് എന്ന് പറയുന്ന മൂവി മൈ ഫേവറേറ്റ് മൂവി അവരുടെ. ഞാൻ കുറെ പ്രോസ് ആൻഡ് കോൺസ് ഫോർ മൈ ക്യാരക്ടർ നോട്ട് ചെയ്തിട്ട് മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഐ ഫെൽ ദാറ്റ് ഷീസ് ഒരു അവർക്ക് ഇതിനും ഇത് ചെയ്യാൻ പറ്റും. രാഹുലും അതുപോലെ തന്നെ. രാഹുല് എനിക്ക് രാഹുലിന് നമ്മൾ ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് പോർട്രേ ഒക്കെ ചെയ്യാൻ. വേറെ ആരും അങ്ങനെ ചെയ്യാറില്ല, പകുതിയും പോലീസ് ക്യാരക്ടേഴ്സ് സംഭവം. പോലീസുകാരനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ത്രൂ ഔട്ട് പരിപാടി അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇവര് കോസ്റ്റ്യൂം മറ്റേ ഒരു ബേസിക് സാധനം ഉണ്ട്, ഇത് ചെറുതായിട്ടൊക്കെ ഓൾട്ടർ ചെയ്താണ് തരിക. അപ്പൊ എനിക്ക് അത് ശരിയാവില്ല, ഒന്നെങ്കിൽ ഇറക്കം കാണില്ല, ഷൂസിന് അളവ് കാണില്ല. ഞാൻ കൊണ്ട് എല്ലാം ഒരു സെറ്റ് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചു കോസ്റ്റ്യൂമർ വിളിക്കുമ്പോൾ എന്റെ കയ്യില് മറ്റേ ഇതുണ്ട്, യൂണിഫോം ഉണ്ട്, ഇതിന്റെ ടാഗുകൾ മാത്രം മാറ്റിയാൽ മതി. ഞാനൊരു 3 പടത്തിന് നേഴ്സായപ്പോ ഞാനും ആലോചിച്ചു യൂണിഫോം മേടിച്ചു. അത് ഞാൻ വെട്ടിക്കുന്നു. പ്രിയപ്പെട്ടവൻ പീയൂഷ്. പിന്നെ എല്ലാം അടിപൊളിയാണ്, എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. ഐ എം എക്സൈറ്റഡ് ഫോർ തിയേറ്റർ എന്ന് പറഞ്ഞ പടത്തില്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ നേഴ്സ് ക്യാരക്ടർ കാണുമ്പോൾ ഞാൻ ഇവരെന്താ എന്നെ വിളിക്കാഞ്ഞത് എന്നുള്ള സങ്കടം. നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെടുന്നേ പിന്നെ ഓക്കെ. ഇപ്പൊ ദിവ്യപ്രഭന്റെ സർക്കീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് ശേഷം ഐ തിങ്ക് ഒരുപാട് പേരൻസ് ഒക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ? കാരണം ഇപ്പൊ കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസിന് അത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് മിഡിൽ ഈസ്റ്റിലാണല്ലോ അതിന്റെ കഥ നടക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ശരിക്കും കുട്ടികളെ ലോക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്.
അപ്പൊ അവർക്ക് എനിക്കൊന്ന് ആ ഇമോഷനൊക്കെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് ആ ഒരു അഭിനയിക്കുന്ന സമയത്തും അങ്ങനെ കുറച്ച് റീസെർച്ച് ചെയ്തിരുന്നു. ബിക്കോസ് ഒരു പേരന്റ് അല്ലാത്ത ഒരാൾ പേരന്റ് അല്ല, എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, രണ്ടുപേർക്കും കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ടൊക്കെ ഒരു പാരന്റിങ് സോണിൽ പോയിട്ടുണ്ട്. ചേച്ചി രണ്ടാമത്തെ കുട്ടി അതെ. അപ്പൊ എനിക്കതെല്ലാം ഞാൻ ശരിക്കും അടുത്ത് നിന്ന് കൂടെ തന്നെ ഉണ്ടായിരുന്നു, ചേച്ചിയും കുട്ടികളും ഒക്കെ. അപ്പം എനിക്കത് അത്ര ഭയങ്കര ദൂരമല്ല. Okay, okay, okay. This is actually some funny questions you can answer. ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് പറയാം. If your life was directed by one Malayalam director from the 80s or 90s, who would you choose? Like Satyan Andikade or Priyadarshan? 80s to 90s. KG George. പ്രിയദർശൻ സർ. Priyadarshan, okay. KG George and ഇനിയുണ്ട് ലിസ്റ്റ്, ഇവിടുന്ന് തുടങ്ങും. എനിക്ക് സിദ്ദിഖിലെ ഡയറക്റ്റ് ചെയ്ത രസം നമ്മൾ ഫ്രീക്വന്റ്ലി റീവിസിറ്റ് ചെയ്യുന്ന സിനിമകള്. തമാശ ഉണ്ടാവും, കാര്യം ഉണ്ടാവും. And you? ഈ പത്മരാജ് സാറിന് ഇഷ്ടം. One Malayalam song that plays in your head when you enter a room confidently or you listen on loop. ഇപ്പൊ എനിക്ക് മസ്തിഷ്കത്തിൽ ഒരു പാട്ടുണ്ട്, അത് റിലീസ് ആയിട്ടില്ല, അത് വരും. അതാണ് അല്ല, ഇന്ദുലേഖ പാടി അതുകൊണ്ട് അതുമല്ല ഫെജു കൂപ്പർ പാടിയ പാട്ടുണ്ട്. അല്ല അത് വിട്ടേക്കാം. മ്യൂസിക് വർക്ക് ചെയ്യല്ലേ അത് ചെയ്തത്. ഇറ്റ് വാസ് സോ നൈസ്. ആ 2 പാട്ട് ഇറങ്ങിയ സമയത്ത് നല്ല. ഇനിയും ഇറങ്ങാനുണ്ട്. 12 പാട്ട്. Really? Yes. Okay. Okay. Government suddenly says no phones for 1 year. What happened to you first? ഞാൻ ആദ്യം My ചെക്ക് wife will ചെയ്യും. be very happy. അല്ല, my wife will be very happy. ഞാൻ ഇതിൽ My ഭയങ്കര wife will be very happy. അപ്പം അതുകൊണ്ട് മറ്റേ റിലേഷൻ കുറച്ചും കൂടെ നന്നാവാൻ സാധ്യതയുണ്ട്. എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മളത് അനുഭവിക്കാത്ത ഒരു എറയിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അതെ അതെ. ജെൻസീസ് അല്ലേ, 90s ആണോ? എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ളത് അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അറിയാം. അത് ഞാൻ സർവൈവ് ചെയ്യും. ബുക്സ് ഒരുപാട് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. എനിക്ക് ബുക്സ് വായിച്ചെടുക്കാൻ പറ്റത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പാതിവരെയൊക്കെ എത്തിയിട്ട് ഒരു മെസ്സേജ് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറി അതുവഴി പോയി 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 പിന്നെ ഈ ബുക്കിന്റെ പാതിയൊക്കെ മനസ്സിലായി. റീഡിംഗ് ഹാബിറ്റ് ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ പണ്ട് കണ്ട റീൽസ് ഒക്കെ ഇരുന്ന് ആലോചിച്ച് ചിരിക്കും. ഇങ്ങനെ സ്വൈപ്പ് ഒരു വർഷമൊക്കെ ഇങ്ങനെ ചെയ്ത വട്ടാണെന്ന് പറഞ്ഞു. Okay. അങ്ങനെയാണെങ്കിൽ which is ഒരു that one book or one film you saw recently that touched your heart? Comes to me. Okay, Arundhati Roy. Film, any film എപ്പോഴും 2025 2026 ല് കണ്ട. ഞാൻ മാർട്ടി സുപ്രീം കണ്ടു ലാസ്റ്റ്. ഭയങ്കര രസമുണ്ടായിരുന്നു ഈ തിമോത്തി ചെയ്തിട്ട്. എനിക്ക് ഫെമിനിറ്റി ഫാത്തിമയൊക്കെ ശരിക്കും ഭയങ്കര അടിപൊളി. സിനിമാസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതാ തപ്പിക്കൊണ്ടിരുന്നത്. Yes. ഞാൻ 3 പ്രാവശ്യം പോയി കണ്ടു. ബുക്ക് ഞാനിപ്പോ ദ വൈറ്റ് ബുക്ക് എന്ന് പറയുന്ന സാധനം വായിച്ചു. ഹാൻഡ് കാങ്ങിന്റെ അവരുടെ വെജിറ്റേറിയൻ വായിച്ചു. അത് വായിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അതന്നെ ഹ്യൂമൻ ആക്ട്സ് എന്ന് പറഞ്ഞൊരു ബുക്ക്. ഹ്യൂമൻ ആക്ട് ഞാൻ ഇപ്പൊ അത് അവരുടെ ഓരോന്നോരോന്നും ഇതും പതുക്കെ കവർ ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ അങ്ങനത്തെ ലിറ്ററേച്ചർ വായിച്ചിട്ടില്ല. ഹാൻഡ് കാങ്ങിന്റെ ബുക്ക് വായിച്ച് നമ്മൾ അഡിക്റ്റഡ് ആയിപ്പോ. ഞാൻ വെജിറ്റേറിയൻ മാത്രമേ ഹ്യൂമൻ ആക്ട്സും വായിച്ചു, എല്ലാം വായിച്ചു. ഞാൻ ഒന്നും വായിച്ചില്ല. ആ ബുക്കൊക്കെ എനിക്ക് കൂടെ തരണേ. അപ്പൊ ഭാര്യ പറയും മൊബൈല് മാറി ബുക്ക്. അതാ വേണ്ടത്. Okay. So in a world where memories can be reconstructed, edited and replayed, what is one memory from your own life you would never allow technology to alter? You don't want to change it, whatever happens. അല്ല, ഒന്നുമില്ല. ഐ മീൻ ഐ ആം ഹാപ്പി ദിസ് വേ. എനിക്ക് ഒന്നും ഓൾട്ടർ ചെയ്യണ്ട. ഫാദറിന്റെ ഡെത്ത് ഓൾട്ടർ ചെയ്യാൻ സമ്മതിക്കൂല. എന്താ ഓൾട്ടർ ചെയ്യാൻ Never allow technology to alter. സോറി ഒന്നും സമ്മതിക്കില്ല. You don't want to that to happen. My nieces and nephews, I mean ചേച്ചിയുടെ മക്കള് അവരുണ്ടായ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ ഭയങ്കര രസമാണ്. അത് ഐ തിങ്ക് അവരുടെ ഒരു ഏജ് ഉണ്ട്.
അത് കഴിയുമ്പോ അത് കഴിഞ്ഞാ വേണ്ട, അതുവരെ ഓക്കെ. അവിടെ ലൊക്കെ ഈ ഒരു കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു വളർച്ച ഉണ്ടല്ലോ, നമ്മള് ഇപ്പൊ നിങ്ങളായാലും ഇപ്പൊ നീസിനോട് നമ്മൾ പണ്ട് ഇങ്ങനെയൊന്നുമില്ല അങ്ങനെ പറയാറുണ്ടോ? അത് ആ ലൈൻ പറയില്ല, പക്ഷേ അറിയത്തിരുന്ന് അതെ വേറെ റീകൺസ്ട്രക്ട് ചെയ്ത് പറയാം. ഓക്കെ. And Annodaana question. Okay. Did this dystopian setting influence how you approached body language and performance rhythm? Yes, ആണോ? നീ മാറ്റം ചെയ്തില്ലെങ്കിൽ ഞാനത് പറയാൻ ജഗദീഷ് സാറും പറഞ്ഞിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ? ലൈക്ക് തുഷാന്തിന്റെ സെറ്റിൽ വരുമ്പോ പെർഫോമൻസ് നടക്കാണ് അവിടെ, കുറെ പെർഫോമൻസ്. ലൈക്ക് നമ്മൾ നമ്മുടെ ഷോർട്ടിൽ വെയിറ്റ് ചെയ്ത് അതല്ല, ലൈക്ക് ലോഡ് ഓഫ് പെർഫോമൻസ് ദിവ്യപ്രഭ ചെയ്യുന്നു, അഗസ്ത്യ ചെയ്യുന്നു, രജിഷ. അപ്പം ഇവരെ എന്റെ ചാൻസ്, ഇത് നന്നായി ചെയ്യണം, നന്നായി ചെയ്താലും ചെയ്തില്ലെങ്കിൽ യു ഹാവ് സോ മച്ച് സപ്പോർട്ട്. ഒരു ഞാൻ ഒരു 1-2 കുറച്ച് റിഹേഴ്സൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പോലും തോന്നി വേറൊരു ഫീലിംഗ് ആണ് അവിടെ കയറിയ എല്ലാവർക്കും. Okay. അല്ല എന്താണെന്നറിയാം, ഇപ്പം നോർമലി സെറ്റുകളിൽ ചെല്ലുമ്പം ദർ ബി എ ഫ്രെയിം യു ജസ്റ്റ് സ്റ്റാൻഡ് ഓൺ ഇറ്റ്, അല്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ യു ഡെലിവർ യുവർ ലൈൻസ് ആൻഡ് ഗോ. അത് വേറൊരു കൈൻഡ് ഓഫ് ഇതാണ്. പക്ഷേ ഇവിടെ ഈ സെറ്റിൽ നമ്മുടെ പെർഫോമൻസ് ക്യാപ്ചർ ചെയ്തിട്ടാണ്, ലൈക്ക് ഹീൽ ബി കമ്മിങ് വിത്ത് എ പ്ലാൻ. പക്ഷെ നമ്മളൊന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ അതിലും ബെറ്റർ ആയിട്ട് വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ ഒരു ഇംപ്രവൈസേഷൻ അഡാപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അപ്പം നമുക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ഐ തിങ്ക് അത് ആ ഒരു പരിപാടിയാണ് മേജർ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. എസ്പെഷ്യലി ഇൻ ദിസ് ഫിലിം വരുന്നുണ്ട്. പിന്നെ ഇത് കൂടുതൽ എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്കോപ്പ് ആൻഡ് പോസിബിലിറ്റീസ് ആണ് ഈ ഡയലോഗ്സില്. അപ്പൊ വെറുതെ വിടാൻ വയ്യ അതിനൊന്നും. ഇവര് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഫിലിം മേക്കിങ്ങിൽ ഞാൻ അവിടെ ഒരു ഡോളി ഇന്നായിരിക്കും എന്റെ മനസ്സിൽ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ അയ്യോ ഇത് ഷീ സെയിങ് ഇറ്റ് മോർ പവർഫുൾ, അപ്പൊ നമുക്ക് ഡോളി ചെയ്യണ്ട, നമുക്ക് ലോ ആംഗിൾ തന്നെ പിടിക്കാം, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഐഡിയാസ് സ്ക്രീൻ പ്ലേയില് എനിക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷെ അതിനകത്തൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അതിൽ ഫിക്സ്ഡ് ആണ്. ഇതിനകത്ത് അങ്ങ് എൻഡ്ലെസ് പോസിബിലിറ്റീസ്. അതെ, ഇപ്പൊ നേരത്തെ ചോദിച്ചില്ല ലൈൻ ഡയലോഗ് ഇങ്ങനെ തന്നെ പറയണോ. വൺസ് കൃഷാന്ത് ടോൾഡ് മീ ഈ എഴുതി വെച്ച ആളെന്നെ എഴുതി വെച്ച ഡയലോഗ് വായിച്ചിട്ട് ഇത് വേണ്ട, ഇത് വർക്കാവില്ല അത്. അപ്പൊ ഞാനാണ് അതൊക്കെ പഠിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വർക്കാവില്ല, എന്നോട് തന്നെ പറയാൻ എന്തെങ്കിലും വരുന്നു. എന്നിട്ട് പിന്നെ നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ് എന്താണ് നന്നാവുക, നമ്മൾ പറഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അങ്ങനെ കുറെ കഴിഞ്ഞ് എനിക്കൊരു കോൺഫിഡൻസ് വരുന്ന അവരെന്റെ കൂടെ നിന്ന് and then I said it and അങ്ങനെയൊക്കെ എപ്പോഴും നടക്കണമെന്നില്ല. Flexibility. full planned ആണ് actually, we are very planned. അപ്പം it gives room for other people to actually explore endless possibilities. അവര് പാളിയാലും നമ്മൾ പാളത്തില്ല. അപ്പൊ we have our backup plans. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിനെ അഴിച്ചങ്ങ് വിട്ടിട്ട് ഒരു മറ്റേ കയർ കയ്യിലുണ്ടാവും, ഒരു പാള് തോന്നി കഴിഞ്ഞാൽ വലിച്ചു തിരിച്ചിടും. നമ്മൾ സേഫ് പ്രഷർ കൊടുക്കാതെ, പക്ഷെ ആ കടിഞ്ഞാൻ കയ്യിലുണ്ടാവും എപ്പോഴും. കടിഞ്ഞാലിനെക്കാട്ടും കൂടുതൽ എറർ ആന്റിസിപ്പേഷൻ. ഇപ്പൊ ഇവര് ഒരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഒരു സൈഡിൽ വെച്ചേക്കും. ഞാൻ നിങ്ങളുടെ ബാക്കപ്പ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലോങ് ഡയലോഗ്സ് ഉണ്ട്. പാളിയാല് അപ്പം ഞാൻ നിരഞ്ജനെ അതിന്റെ കൂടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഡയലോഗ് ലാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിരഞ്ജന്റെ എക്സ്പ്രഷൻ വെച്ച് അത് ലാൻഡ് ചെയ്യിപ്പിക്കാം. അപ്പൊ അത് അങ്ങനെ പോവാം. ശരിക്കും നിരഞ്ജന് കാണാത്തൊരു വേർഷൻ ആണോ ഇതിലുള്ളത്? അതെ ലൈക്ക് ആൻഡ് നിരഞ്ജ് ലീഡ് ക്യാരക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾദോ ദ സ്ക്രീൻ സ്പേസും നിരഞ്ജാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. രജിഷ ഓവർ ദ ടോപ്പും യു വിൽ റിമെമ്പർ രജിഷ ആഫ്റ്റർ ദ ഫിലിം നോ മാറ്റർ വാട്ട്. പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് നിരഞ്ജ് പേഴ്സണൽ സ്റ്റോറിയാണ്. നിരഞ്ജന്റെ ഒരു പേഴ്സണൽ ക്രൈസിസും അതിനെയൊക്കെ ബേസ് ചെയ്തുള്ളൊരു പരിപാടിയാണ്. അപ്പൊ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ ഇങ്ങനെ സൈഡ് വെച്ചു, ഇഫ് ദിസ് ഡസന്റ് വർക്ക്. അപ്പൊ റെഫറൻസസ് ഇപ്പം ഇതില് വിഷ്വൽ അല്ലെങ്കിൽ വിഷ്വലി ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയും ടെക്നീഷ്യൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ അങ്ങനെ ആയിട്ടുണ്ടോ? ഇന്റർനാഷണൽ റെഫറൻസ് എന്ന് പറഞ്ഞൊരു പേജ് ബിബ്ലിയോഗ്രഫിയിൽ വരും, അവസാനം കാണും. ലൈക്ക് അതിന്റെ 20 ബുക്സോ 30 ബുക്സ് ഫിലിംസ് എല്ലാം എനിക്ക് ഓർമ്മയുള്ളത് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന റെഫറൻസ്. ചിലതൊക്കെ അല്ലാതെ തന്നെ നമ്മള് ബ്രെയിൻ അടിച്ചു മാറ്റി വെച്ചേക്കും. അപ്പൊ അതിനെ റെഫറൻസ്
ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ റെഫറൻസ് സിനിമയിൽ തന്നെ ഇടാറുണ്ട്. 4.5 ഗാങ്സിൽ ഇട്ടില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയുടെ ആയതുകൊണ്ട് ഇത് എന്തെങ്കിലും റൈറ്റ്സോ കോൺഫ്ലിക്ട്സോ വന്നു കഴിഞ്ഞപ്പോൾ റെഫറൻസ് എടുത്ത് ചെയ്യാൻ പറ്റുമോ ഫിലിം, അല്ലാതെ അല്ലെങ്കിൽ അത് പ്യുവർ വേറെ എന്തെങ്കിലും ആബ്സ്ട്രാക്ട് ആർട്ട്. അല്ല നിരഞ്ജന്റെ ക്യാരക്ടർ എനിക്കത് എൻ്റെ ഒരു ആർക്ക് തനിയാവർത്തനത്തില് എനിക്ക് വായിച്ചപ്പം അതിനകത്തൊരു അതിന്റെ പക്ഷെ ഇപ്പൊ ഒരു 2046 സെറ്റിക്കാണ്. സ്പോയിലർ അല്ലെങ്കിൽ പറയാം. പണ്ട് പറഞ്ഞിട്ടുണ്ട് തനിയാവർത്തനം റീമേക്ക്. അയ്യോ ഒന്നെങ്കിൽ എയറിലാവും. ഓക്കെ, ഇപ്പൊ ഇത് ഫിലിമിനെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യമേ കണ്ടിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മലയാളം മൂവിന്റെ സീക്വൽ ചെയ്യണം, അല്ലെങ്കിൽ ആ മൂവി തന്നെ റീമേക്ക് ചെയ്യണം എന്ന് തോന്നി മലയാളത്തില് അങ്ങനെ ഏതെങ്കിലും ഒരു മൂവി ഉണ്ടോ സീക്വൽ എടുക്കണം? അയ്യോ, പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാല് എനിക്കുണ്ട്. ഞാൻ ഏതൊരു പടം കണ്ടിട്ട് എന്റെ തനിയാവർത്തനം പറഞ്ഞിട്ടുണ്ട്, മൃഗയെ പറഞ്ഞിട്ടുണ്ട്. സീക്വലായി വരുമ്പോ വരുമ്പോഴത്തേക്ക് കാണാലോ, ഇനി അത് എടുക്കുകയാണെങ്കിൽ ഐഡിയ രസമാണ്. അതെ അതെ, ഇനി അത് തുടങ്ങണ്ട. കാരണം ഞാൻ ചോദിക്കാൻ കാരണം ചില മൂവീസ് ഒക്കെ അന്ന് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയ മൂവീസ് ഇന്ന് ഭയങ്കരമായിട്ട് ഇപ്പൊ ഡബിൾ ബാരലിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അതുപോലത്തെ കുറെ മൂവീസ് ഉണ്ട്. ഗഗനാചാരി, അതെ അതെ, ഡബിൾ ബാരൽ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയപ്പോ നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ വി ആർ ഫൈൻഡിങ് ദ ഫിലിംസ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആൻഡ് സച്ച്. അപ്പൊ എനിക്കറിയത്തില്ല അത് ദാറ്റ് വിൽ ഹാപ്പൻ ടു എവറി ന്യൂ അറ്റംപ്റ്റ് കേട്ടോ. അത് അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ ഞാൻ ഒരു റിസ്ക് കുറഞ്ഞ ഇൻഡസ്ട്രിയാണ് നമ്മുടെ ലോസുകളൊക്കെ കുറവാണ്. ബിക്കോസ് അവർ ഓവറോൾ ബഡ്ജറ്റ് ഇസ് ലെസ്. നമ്മുടെ ഒരു 30 crore കൂടുതൽ ക്രോസ് ചെയ്യുന്ന ബഡ്ജറ്റ്സുകൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനുള്ള സ്പേസിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മൾ സക്സീഡഡ് ഇൻ ഇറ്റ്. കാരണം ലോക പോലെയുള്ള ഒരു മൂവി നമ്മൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് സക്സസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ദിസ് ഈസ് ഞാൻ അനുപല്ലവി പറയും. നിങ്ങൾ ഏതാണ്, സിൻസ് ഇതില് നമ്മുടെ മസ്തിഷ്കമണ്ഡലം മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, പിന്നെ അനുപല്ലവി പറയാം നിങ്ങൾ ഏതാണ് ആ സോങ് അപ്പൊ അതില് ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാ കിട്ടാ നോക്കാം. തുമ്പപ്പൂക്കൾ തൂണാണേ കാക്ക പൊന്നു പൊൻവാതിൽ വെള്ളിത്തിങ്കളാണല്ലോ. ഫ്രണ്ട്സ് അല്ല, ഓക്കെ ഓക്കെ. ആരാരും കാണാതെ നിന്നെ തലോടും തെന്നൽ കള്ളക്കൊഞ്ചലുമായി പമ്മി പതുങ്ങി ഇത് പിന്നെ എല്ലാവർക്കും അറിയാം. മഞ്ഞു വീണ ഇപ്പൊ എല്ലാരും അനുകൂലം തുടങ്ങുന്നുണ്ട്. എന്റെ പല പേർക്ക് ഓർമ്മ. അതെ, മൂടുപടം എന്തിനാവോ മൂടാനുരാവുകൾ. പ്രശ്നമായി. ഇനിയിപ്പോ കുട്ടി പറഞ്ഞു അയ്യോ ഇത് ഈസിയാണ്. ഒരു നീലക്കൊണ്ടൻ മനസ്സിൽ നീലപ്പന്തൽ ഒരുങ്ങി ചിറകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ കിളി കുരുങ്ങി. പാടി നോക്കി അതിലോട്ട് എത്തും. അതെ അതെ, കംപ്ലീറ്റ് ആക്ടറാണ്. Yeah. So I wish you all the best and thank you so much. It was an insightful, invaluable discussion. അപ്പോൾ നമ്മുടെ ഈ മസ്തിഷ്ക മരണത്തിന് എല്ലാവിധ ആശംസകളും. അപ്പം എന്താണ് റിലീസ് ആൻഡ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? February 27 റിലീസ്. എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സൂപ്പർ nothing short of a blockbuster. ഒരു പ്രേക്ഷകരോട് ഒരു എലിമെന്റ് അല്ലെങ്കിൽ എന്താണ് ഈ മസ്തിഷ്ക മരണത്തിന് വാച്ചബിൾ ആക്കുന്നത്? എനിക്ക് തോന്നുന്നു, do not go there to judge the film and how smart
യു ആർ ജസ്റ്റ് ഹാവ് ഫൺ എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ബുദ്ധി കാണിക്കാൻ വേണ്ടി പോവാതെ, അത് അളക്കാൻ വേണ്ടി പോവാതെ, അല്ലെങ്കിൽ ഡയറക്ടറുടെ ബുദ്ധിയോ ഇതിന്റെ ബുദ്ധി അളക്കാൻ പോവാതെ ചുമ്മാ ചില്ല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് എ സ്മാർട്ട് ഫിലിം, ഹാപ്പി ഫിലിം, കിക്കാസ് ഫിലിം. അതാണ് അത് മാത്രമേ ഉള്ളൂ. Okay. Anyway, thank you so much. Thank you.